ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഉയർപ്പുകാലം കഴിഞ്ഞ് പന്തക്കുസ്തായ്ക്ക് ശേഷം വരുന്ന ഒരു മഹോന്നത നിമിഷമാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന കൂട്ടായ്മ, ഐക്യത്തിൻ്റെ ഒരു വലിയ തിരുനാൾ സുദിനമാണ്. ഏവർക്കും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. നന്നെ ഓർമ്മ വെച്ച, അറിവ് വെച്ച നാൾ മുതൽ, സെമിനാരി കാലം മുതൽ ഇന്ന് ഈ പൗരോഹിത്യ യാത്രയുടെ 8 വർഷങ്ങൾ നീണ്ടു നിൽക്കുമ്പോഴും ഇന്നും ഒത്തിരിയേറെ ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് പരിശുദ്ധ ത്രിത്വം എന്നുള്ളത്. പരമ്പരാഗത ചിന്താഗതികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ ധ്യാനിക്കുവാനായിട്ട്, വിചിന്തനം ചെയ്യുവാനായിട്ട് വ്യത്യസ്തമായ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുവാറുണ്ട്. അതിപ്രകാരമായിരുന്നു. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യജീവൻ്റെ ശരീരവും മനസ്സും ആത്മാവും അടങ്ങുന്നത് പോലെയുള്ള ഒരു കൂട്ടായ പ്രതീകമാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വീണ്ടും പരിശുദ്ധ ത്രിത്വം എന്ന് വെച്ചാൽ ബോഡിയും എഞ്ചിനും ഓയിലും അടങ്ങി ഓടുന്ന ഒരു കാറിന് സദൃശ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറഞ്ഞൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും മനുഷ്യ ചിന്തയ്ക്ക് അതീതമാണ്. ഒരിക്കലും നമുക്ക് ധ്യാനിച്ചെടുക്കാൻ, ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കാത്തതിലേക്കും അപ്പുറത്തേക്കാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ചിന്താഗതി നിലകൊള്ളുക. എന്നാൽ ഇന്ന് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് പരിശുദ്ധ ത്രിത്വം എന്നതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ ത്രിത്വം എത്രമാത്രം ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തിലെ അടങ്ങിയിരിക്കുന്ന ആധ്യാത്മികത ഞാൻ എത്രമാത്രം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ഒരു ചിന്തയുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. പരിശുദ്ധ ത്രിത്വം ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ്. പരിശുദ്ധ ത്രിത്വത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. വീണ്ടും സുവിശേഷങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ സുവിശേഷകർ വ്യക്തമാക്കുന്ന വചനഭാഗങ്ങൾ ഇപ്രകാരമാണ്: പിതാവ് അറിയാതെ പുത്രൻ ഒന്നും ചെയ്യുന്നില്ല, പിതാവിൻ്റെ ഇംഗിതമാണ് പുത്രൻ നിർവഹിക്കുന്നത്. വീണ്ടും വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു, പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പന്തക്കുസ്തായിൽ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. സിഹിയോൻ ശാലയിൽ കടന്നു ചെല്ലുമ്പോൾ ഭയജഗരായി ഇരുന്ന ശിഷ്യന്മാർ, വിഭ്രാന്തി നിറഞ്ഞിരുന്ന ശിഷ്യന്മാരിലേക്ക് കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ഒരു ധൈര്യമായിട്ട് കടന്നു വരുന്ന പരിശുദ്ധാത്മാവാണ്. അത് പിതാവും പുത്രനും ചേർന്ന് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ഇന്ന് ഈ ത്രിത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ഈ പരിശുദ്ധ ത്രിത്വം ആകർഷണീയമാണ്, അല്ലെങ്കിൽ എത്രമാത്രം അനുകരണീയമാണ് എന്നുള്ളത് നമ്മളൊന്ന് ധ്യാനിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ മാനദണ്ഡം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് സഭയെ നമുക്കൊന്ന് ധ്യാനിക്കാം. സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയുടെ ആത്മീയത ഇന്ന് എത്രമാത്രം ഉണ്ട് എന്നുള്ള ഒരു ചോദ്യചിഹ്നം നമുക്കൊന്ന് ഇട്ട് നോക്കാം. കോദാശിക ജീവിതത്തിലേക്കായാലും പരസ്പര ബന്ധങ്ങളിലായാലും സഭയുടെ എല്ലാ ദിക്കുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ഒരു ഐക്യമുണ്ടോ? അവിടെ ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു പുണ്യം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. അതിനാൽ സഭയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ അത്ഭുതം ഉണ്ടാവട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചെടുക്കാം. രണ്ടാമതായിട്ട് നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന നമ്മുടെ സമൂഹമായിക്കോട്ടെ, ജാതി മത ഭേദമന്യേ ഓരോ മനുഷ്യനെയും ദൈവസൃഷ്ടിയായി കാണുവാനും സമസൃഷ്ടിയോട് ചേർന്ന് ഐക്യത്തോട് ജീവിക്കുവാനും സ്നേഹത്തോടു കൂടി സമ്പാദിക്കുവാനും അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുവാനുമായിട്ട് നമുക്കൊക്കെ സാധിക്കുമ്പോൾ ഇതിലൂടെ നമ്മൾ നിലകൊള്ളുന്ന ആത്മീയത എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയതയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നിന്നതുപോലെ ഒരു സമൂഹത്തിൽ മനുഷ്യഗണം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഐക്യത്തിൻ്റെ കൂട്ടായ്മ. വീണ്ടും സഭയുടെ കേന്ദ്രമായ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ ഇന്ന് എത്രമാത്രമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയത. ഒരപ്പനും അമ്മയും ഒരുപോലെ ഏക മനസ്സോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ഇന്ന് തയ്യാറാവുന്നില്ല. മക്കളും മാതാപിതാക്കളും വേറിട്ട ചിന്തകളിലൂടെ കടന്നു പോകുക. അവരവരുടെ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുക. അവിടെ പലപ്പോഴും ഐക്യം
കൂട്ടായ്മ പലപ്പോഴും അറ്റുപോവുകയാണ്. സ്നേഹമുള്ളവരെ, അപ്പനും അമ്മയും അടങ്ങുന്ന, മക്കളും അടങ്ങുന്ന കുടുംബം, അപ്പൻ്റെയും അമ്മയുടെയും ഏകമായ ചിന്താഗതികൾ, ഐക്യമായ ചിന്താഗതികൾ, ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ, ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ്, തൃത്വത്തിൻ്റെ ഒരു വലിയ ഐക്യമെന്ന ഒരു വലിയ പുണ്യത്തിലേക്കാണ്. ആയതിനാൽ കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് ചിന്തിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നല്ല ഐക്യകണ്ഠേനമായ ഒരു ജീവിതശൈലി നമുക്ക് കെട്ടിപ്പടുത്താം. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ഒരു തൃത്വത്തിൻ്റെ തിരുനാൾ എന്താണ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക? എന്താണ് എന്നിലെ ഒരു വലിയ മാറ്റം ആവശ്യപ്പെടുക? അത് മറ്റൊന്നുമല്ല, ഒരു ഐക്യത്തിൻ്റെതായ ഒരു ചിന്താഗതി നമ്മൾ കൊണ്ടുവരണം. കൂട്ടായ്മയുടേതായ, നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുവാനും മറ്റുള്ളവരെ നന്മയ്ക്കു വേണ്ടി നമ്മൾ നിലകൊള്ളുവാനുമായി മാറുമ്പോൾ നമ്മളൊരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ സത്യം മുറുകെ പിടിക്കുകയാണ്, കൂട്ടായ്മ, ഐക്യം. ആയതിനാൽ ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈ വലിയ കൂട്ടായ്മയുടെ, ഈ ഒരു ഐക്യത്തിൻ്റെ ആത്മീയത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉടനീളം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.